ഇവിടെ ഒരു ഹെക്സഗണൽ പിരമിഡാണ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബേസ് എഡ്ജ് പാരലൽ ടു വി പി. സോ നമ്മുടെ സിമ്പിൾ ഓറിയന്റേഷൻ ബേസ് എഡ്ജ് പാരലൽ ടു വി പി ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സ്മോൾ എക്സ് വൈ ലൈൻ. ആ സ്മോൾ എക്സ് വൈ ലൈന് പാരലായിട്ട് ഒരു ബേസ് എഡ്ജ് വെച്ച് ഞാൻ ടോപ്പ് വ്യൂ വരച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ ആക്സിസ് ആണ് വരച്ചിരിക്കുന്നത്. അതായത് O1 എന്ന് പറയുന്നതാണ് അതിൻ്റെ ആക്സിസ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഡയഗണൽസ് ഉണ്ടായിരിക്കും, കാരണം ഇതൊരു പിരമിഡാണ്, പ്രിസമല്ല. സോ ആ ഡയഗണൽസും ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, ഇതിന്റെ ബേസ് പോയിന്റ്സ് എന്ന് പറയുന്നത് A1, B1, C1, D1, E1, F1 ആണ്. എന്നിട്ട് ഈ ഹെക്സഗൺ ഞാനൊരു സ്ക്വയർ ബോക്സിനകത്ത് വെച്ചു. ആ സ്ക്വയർ ബോക്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന സ്ക്വയർ ബോക്സ് ആണ്. ഇനി എന്നിട്ട് അതിനകത്ത് ഓരോ പോയിന്റും A1, B1, C1, D1, E1, F1 ഇതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ആ ബോക്സ് കോർണർ പോയിന്റ്സ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 26 ബി എന്ന് പറയുന്ന പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 15 mm ആണ് ഇൻ 1, 2 ലൈൻ. സി എന്ന് പറയുന്ന പോയിന്റ് അതേപോലെ തന്നെ 1, 2 ലൈനിൽ 15 mm ഫ്രം 2 ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് സെയിം 26 mm അറൌണ്ട് 2, 3 ലൈൻ ആണ്. പിന്നെ E1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 3, 4 ലൈനിൽ 15 mm ഡിസ്റ്റൻസിലാണ്. എഫും ഇതുപോലെ എനിക്ക് ലൊക്കേറ്റ് ചെയ്യാം. സോ അതനുസരിച്ച് വരച്ചിരിക്കുന്നതാണ് ഈ ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ആ ബോക്സ്. ഓക്കെ, ഐസോമെട്രിക് വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്വയർ ആയിട്ടുള്ള ബോക്സിനെ 2 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് 30 ഡിഗ്രി ആയിട്ട് 2, 3 ലൈനും അതുപോലെ 2, 1 ലൈനും വരയ്ക്കും. ഒരു 30 ഡിഗ്രി ടിൽറ്റ് കൊടുത്താണ് വരയ്ക്കുന്നത്. ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ടുള്ള 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 120 ഡിഗ്രി ആയിട്ട് മാറും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 30 ഡിഗ്രി എടുത്ത് വരയ്ക്കുമ്പോൾ, അതായത് 2-ൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ വരച്ചിട്ട് നിങ്ങൾ 2, 3 ലൈനിനെ 30 ഡിഗ്രി ആംഗിൾസിൽ വരയ്ക്കുമ്പോൾ, അതുപോലെ 2, 1 ലൈനിനെയും 30 ഡിഗ്രി ആംഗിൾസിൽ വരയ്ക്കുമ്പോൾ യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ദിസ് ആംഗിൾ 2 ആസ് 120 ഡിഗ്രി. സോ ഇതാണ് ഐസോമെട്രിക് വ്യൂവിന്റെ പ്രത്യേകത. അതായത് ആ 90 ഡിഗ്രി എന്ന് പറയുന്ന ആ കോർണർ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ഫോംഡ് ഇൻടു 120 ഡിഗ്രി പോയിന്റ് ആണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ പോയിന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് 1-ൽ നിന്ന് 26 ആണല്ലോ. സോ നമുക്ക് നോക്കാം, അതേപോലെ തന്നെ 1-ൽ നിന്ന് 26 മെഷർ ചെയ്തുകൊണ്ട് ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ബി എന്ന് പറയുന്ന പോയിന്റ് 1-ൽ നിന്ന് 15 mm ഡിസ്റ്റൻസിലാണ്. സോ ബി എന്ന് പറയുന്ന പോയിന്റ് 15 mm ഡിസ്റ്റൻസ്. സി എന്ന് പറയുന്ന പോയിന്റ് 2-ൽ നിന്ന് 15 mm ഡിസ്റ്റൻസ് ആണ്. സോ അത് ഞാൻ മാർക്ക് ചെയ്യുന്നു. 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 26 mm ആണ്. ദാറ്റ് ഓൾസോ ഐ മാർക്ക് ചെയ്യും. 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് E1ലേക്കുള്ള ഡിസ്റ്റൻസ് 15 mm ആണ്. 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് F1ലേക്ക് 15 mm ആണ്. കണ്ടോ? അപ്പോൾ ലെഫ്റ്റ് വരച്ചിരിക്കുന്ന ഡയഗ്രത്തിന് അതേപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് വിത്ത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ടു ദി അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദ കോർണർ 2. ഇനി എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഐ എം ഡൂയിങ് ഇസ്, ഞാൻ ഇനി പിരമിഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ബേസ് പോയിന്റ്സിൽ നിന്നും അപ്പെക്സ് ഞാൻ വരച്ചിട്ടുണ്ട്. O1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്ക് O എന്ന് പറയുന്ന പോയിന്റ് 60 mm ഹൈറ്റ് കൊടുത്ത് വരച്ചിട്ടുണ്ട്. ഇനി എൻ്റെ എല്ലാ ബേസ് പോയിന്റ്സിൽ നിന്നും ഞാൻ ലൈൻസ് എടുത്ത് എൻ്റെ അപ്പെക്സ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാണ്. O ജോയിൻ ചെയ്തു, BO ജോയിൻ ചെയ്തു, CO ജോയിൻ ചെയ്തു, അതുപോലെ DO ജോയിൻ ചെയ്തു, EO ജോയിൻ ചെയ്തു, പിന്നെ FO ഞാൻ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ എല്ലാ പോയിന്റ്സും ജോയിൻഡ് ആയി. ഇനി ഞാനൊരു എനിക്ക് കാണാൻ പറ്റുന്ന പോയിന്റ്സും കാണാൻ പറ്റാത്ത പോയിന്റ്സും ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ടർ പോയിന്റ്സ് ഒക്കെ എന്തായാലും ഔട്ടർ ബോർഡർ ഇപ്പോഴും നമ്മുടെ ബോൾഡ് ലൈൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്കിലത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് എയും എഫും ആണ്. പക്ഷേ എ എന്ന് പറയുന്ന പോയിന്റ് ബീയിങ് ആൻ ഔട്ടർ പോയിന്റ്, അല്ലെങ്കിൽ ഒരു ബോർഡർ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ AO എന്ന് പറയുന്ന ലൈനും A1, B1 എന്ന് പറയുന്ന ലൈനും ഒന്നും നമുക്ക് ഡോട്ടഡ് ലൈൻസ് ആക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ബോൾഡ് ലൈൻസ് ആണ്. പിന്നെ നമുക്ക് ഡോട്ടഡ് ആക്കാൻ പറ്റുന്നത് A1-ൽ നിന്ന് F1ലേക്കുള്ള ഈ ലൈനാണ്. പിന്നെ F1 കണക്ട് ചെയ്യുന്ന ലൈൻസ് ഒക്കെ നമുക്ക് ഡോട്ടഡ് ലൈൻസ് ആക്കാം. F1O കണക്ട് ചെയ്യുന്ന ലൈൻ ഡോട്ടഡ് ലൈനാണ്. F1Eയും ഡോട്ടഡ് ലൈനാണ്. ഈ 3 ലൈൻസ് ആണ് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരും. ബാക്കിയെല്ലാം ബോൾഡ് ലൈൻസ് ആയിരിക്കും. അതായത് F1O എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഡോട്ടഡ് ലൈൻ ആയിരിക്കും. പിന്നെ ഈ ലൈനും ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഈ 2 ലൈൻസ് മാത്രമേ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കുള്ളൂ. ബാക്കി ഓൾ ലൈൻസ് ആണ് ബോൾഡ് ലൈൻസ്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അൺനെസസറി ആയിട്ടുള്ള ലൈൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. എല്ലാ ലൈൻസും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഈ 30 ഡിഗ്രി ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചിരിക്കുന്ന എല്ലാ ലൈൻസും ഞാൻ റീകൺസ്ട്രക്ട് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഹെക്സഗണൽ പിരമിഡ് എന്ന് പറയുന്നത്. ഓക്കെ.